അങ്ങനെ ഫൈനലി നമ്മളും ഇവിയിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. XUV 400 ആണ്. ഏകദേശം 16 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഒരു പെട്രോൾ കാർ എടുക്കാൻ പോയാൽ നമ്മൾ എന്തുകൊണ്ടാണ് EV എടുത്തത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഇൻവോയ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. 16 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന ഒരു കാറിന് ഏകദേശം 70,000 രൂപ EV ആണെങ്കിൽ GST വരുന്നുള്ളൂ. 87,000 രൂപയാണ് MVDയുടെ റോഡ് ടാക്സ് വരുന്നത്. അതായത് ഏകദേശം 1.5 ലക്ഷം രൂപ മാത്രമാണ് നമ്മൾ ടാക്സും ഇതൊക്കെ ആയിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത്. ഇനി ഇതേ സ്ഥാനത്ത് നിങ്ങളൊരു പെട്രോൾ കാറാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ രജിസ്ട്രേഷൻ ചാർജും വരും. അത്രത്തോളം തന്നെ നിങ്ങൾക്ക് ടാക്സും സെസ്സും ആയിട്ട് വരും. പിന്നെ പെട്രോൾ വാഹനങ്ങൾക്ക് വരുന്ന മറ്റൊരു ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മീറ്ററിന് താഴെയുള്ള വാഹനങ്ങൾക്ക് 18% ടാക്സ് വരുമ്പോൾ 4 മീറ്ററിന് മീതിയുള്ള വണ്ടികൾക്കൊക്കെ 28% ആണ് നമുക്ക് GST വരുന്നത്. പക്ഷേ EV കാറുകൾക്ക് ഈ ഒരു ലെങ്ത് അനുസരിച്ച് ടാക്സ് മാറുന്ന സ്കീമില്ല. എല്ലാ കാറുകൾക്കും ഫ്ലാറ്റ് ആയിട്ട് 5% ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു SUV അല്ലെങ്കിൽ 7 സീറ്റർ ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി EV തന്നെയാണ് ബെറ്റർ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു കാർ റോഡിൽ ഇറക്കാനായിട്ട് നമ്മൾ പെട്രോൾ അടിക്കണമെങ്കിൽ അതിനും കൊടുക്കണം ഇരട്ടി ടാക്സ്. ചുരുക്കി പറഞ്ഞൊരു പെട്രോൾ കാർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പിൽ നമുക്ക് പകുതി കൂടുതൽ പൈസ നമുക്ക് ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ടാക്സ് അടയ്ക്കുന്നത് ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.